ഹായ് എവരിവൺ, ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് ഫിൽ ആൻഡ് സ്ട്രോക്ക് ആണ്. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈസി ആക്കാൻ വേണ്ടി ഒരേ അളവിലുള്ള റെക്റ്റാങ്കിൾ തന്നെ വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ബ്ലാക്കും ബ്ലൂ ആണ് നമ്മൾ കളർ യൂസ് ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ ഹെഡിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം കൂടുതൽ മനസ്സിലാവും ഇതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, അതിന് മാത്രമല്ല വിൻഡോയ്ക്കകത്തും സ്ട്രോക്ക് പാനൽ എന്ന് പറയുന്ന ഒരു പാനലും കൂടി ഇവിടെ ഓൺ ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാകും. അതേപോലെ തന്നെ അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ആദ്യം ഫിൽ ആൻഡ് സ്ട്രോക്കിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ആദ്യത്തെ ഫിൽ ആൻഡ് സ്ട്രോക്കിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം, ഈ ഫ്രണ്ടിലുള്ളത് ഫില്ലും ഈ താഴെ കിടക്കുന്ന ഇത് സ്ട്രോക്കുമാണ്. അതെങ്ങനെ മനസ്സിലായി? ഇത് ക്ലോസ്ഡ് ആണ് ഫുള്ള്, ഇതിനകത്തൊരു ഗ്യാപ്പ് ഒന്നുമില്ല. എന്നാൽ ഈ ഒരു സ്ട്രോക്കിനകത്തൂടെ തന്നെ ഈ എന്ത് ചെയ്യാം, ഈ ഒരു ഗ്രേ കളർ ഇതിനകത്തൂടെ കാണാം. എന്ന് വെച്ചാൽ ഒരു കട്ട് ഉണ്ട് ഒരു പീസ് ഇല്ലേ. എന്ന് വെച്ചാൽ എന്താണ്, ഈ ബോർഡറാണ് സ്ട്രോക്ക് എന്നാണ്. അതുകൊണ്ടാണ് ബ്ലാക്ക് കളർ വന്നിരിക്കുന്നത്. നമുക്ക് കളർ വരുത്തുന്ന ഏതാണോ, സ്ട്രോക്കിനാണ് കളർ വരുത്തേണ്ടതെങ്കിൽ ഇവിടെ ഈ സ്ട്രോക്ക് മുന്നിൽ കൊണ്ടുവന്ന ശേഷം കളർ നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാം. ഫില്ലിനാണ് എന്തെങ്കിലും ചേഞ്ച് വരുത്തുന്നുണ്ടെങ്കിൽ ഫില്ല് ഫ്രണ്ടിൽ കൊണ്ടുവന്നതിന് ശേഷം എന്ത് ചെയ്യാം, കളർ സെലക്ട് ചെയ്യാം. കളർ സെലക്ട് ചെയ്യാൻ മാത്രമല്ല ഇവിടെ നോൺ കൊടുക്കാം. അതായത് നൺ എന്ന് പറയുന്ന രീതി. അവിടെ കളർ വേണ്ട എങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു ഇൻറ്റു എന്നുള്ളൊരു ഓപ്ഷൻ രീതി നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഫില്ലും സ്ട്രോക്കും ഉള്ളത് കൊണ്ട് അവിടെ ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. എന്നാൽ ഫിൽ ഓൺലിക്കകത്ത് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നു, ഈ സ്ട്രോക്ക് മാത്രം ഇതിനകത്തില്ല, ഫില്ല് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെ ചെയ്യും? അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതേ ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇതേ ക്ലിക്ക് ചെയ്യാനായിട്ട് ഫിൽ ആൻഡ് സ്ട്രോക്ക് ക്ലിക്ക് ചെയ്ത ശേഷം സ്ട്രോക്കാണില്ലാത്ത സ്ട്രോക്കിൽ ക്ലിക്ക് ചെയ്ത് അത് മുന്നിൽ വന്ന ശേഷം മാത്രം എന്ത് ചെയ്യുന്നു, ഇൻറ്റു മാർക്ക് ക്ലിക്ക് ചെയ്യാൻ നേരം എന്ത് ചെയ്യുന്നു, ആ സ്ട്രോക്ക് അങ്ങ് ഒഴിവാകാനായിട്ട് കാണാം. ആ ഒരു എന്തൊക്കെയാണോ നമ്മൾ മാറ്റം വരുത്തേണ്ടത് അത് മുന്നിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് മാറ്റം വരികയുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തു. അപ്പോൾ അതിന് വേണ്ടി മാത്രമാണ് ഇവിടെ കാണിച്ച് കൺട്രോൾ Z കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഇവിടെ കാണിക്കുന്ന സ്ട്രോക്ക് മാത്രമേ ഉള്ളൂ, ഫില്ലില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫില്ലിനാണ് മാറ്റം വരുത്തേണ്ടത്. അപ്പോൾ ഫില്ലിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് മുന്നിൽ വരും. മുന്നിൽ വന്ന ശേഷം എന്ത് ചെയ്യും, ഇൻറ്റു മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഫില്ല് മാറുന്നതായിട്ട് കാണും. ഓക്കെ അല്ലേ, ഫില്ല് ഇല്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. സ്ട്രോക്ക് ഓൺലിക്കകത്ത് ഫിൽ ഓൺലി എന്നുള്ള രീതി കൊടുത്തിരിക്കുന്നത്, സ്ട്രോക്ക് ഓൺലി എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് വന്നു കഴിഞ്ഞാൽ ബട്ട് ക്യാപ്പ്. ഇതിനു വേണ്ടി ഞാൻ കാണിച്ചിരിക്കുന്ന ലൈൻ മാത്രമാണ്. ഇപ്പോൾ ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ സൂം ചെയ്യാം. അപ്പോൾ ഇവിടെ ക്യാപ്പ് ഒന്നുമില്ല, സാധാ ലൈൻ. ഇത് ഓണായി കിടക്കുന്നതുകൊണ്ടാണ്. ഈ സ്ട്രോക്ക് പാനലിനകത്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഓണായി കിടക്കുന്നത് ബട്ട് ക്യാപ്പാണ്, അതുകൊണ്ടാണ് അങ്ങനെ കിടക്കുന്നത്. എന്നാൽ രണ്ടാമത്തത് റൗണ്ടാണ് കിടക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഞാൻ രണ്ടാമത്തെ ലൈനെ സെലക്ട് ചെയ്ത ശേഷം ഈ ബട്ട് ക്യാപ്പാണ് ഇടുന്നത്. കണ്ടോ, അത് ഷാർപ്പ് എഡ്ജായിട്ടാണ് ഇരിക്കുന്നത്, അത് ബട്ടായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ. എന്നാൽ റൗണ്ട് ക്യാപ്പ് ആണെങ്കിൽ അതെന്ത് ചെയ്യുന്നു, റൗണ്ടായിട്ട് എഡ്ജ് വന്നിരിക്കുകയാണ്. എന്നാൽ അടുത്തത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊജക്റ്റിംഗ് ക്യാപ്പാണ്. എന്ന് വെച്ചാൽ റൗണ്ട് വിത്ത് എന്ന്. ഇപ്പം ഞാനൊരു കാര്യം കാണിക്കാം. ഇത് സെലക്ട് ചെയ്യുന്നു. ആദ്യം എന്ത് ചെയ്യുന്നു, ബട്ട് ക്യാപ്പ് ഇടുന്നു. ബട്ട് ക്യാപ്പ്, അത് കഴിഞ്ഞ് റൗണ്ട് ക്യാപ്പിനെയും കൂടെ മൂടി വെച്ചിട്ടാണ് പ്രൊജക്റ്റിംഗ് ക്യാപ്പ് വരുന്നത്. ഓക്കെ അല്ലേ, അതാണ് മൂന്നാമത്തത് വരുന്നത്. അടുത്തത് മിറ്റർ ജോയിൻ്റ് ആണ്. മിറ്റർ ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് സെലക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഷാർപ്പ് എഡ്ജിന് പറയുന്നതാണ് മിറ്റർ ജോയിൻ്റ്. എന്നാൽ ആ എഡ്ജ് തന്നെ റൗണ്ടായിട്ട് വരുന്നതാണ് റൗണ്ട് ജോയിൻ വരുന്നത്. അതാണ് ഇവിടെ കിടക്കുന്നത്. ഈ രണ്ടാമത് കിടക്കുന്ന കോർണേഴ്സിനകത്ത് കിടക്കുന്നത്. ഇപ്പം മിറർ ജോയിൻ ആണെങ്കിൽ കോർണർ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെ ഷാർപ്പായിട്ടാണ് ഇരിക്കുന്നത്. റൗണ്ട് ജോയിൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. എന്നാൽ ബെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു എഡ്ജ് രീതിയിൽ, ആംഗിൾ രീതിയിലാണ് വരേണ്ടതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബെവൽ ജോയിൻ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ റൗണ്ട് ആണെങ്കിൽ സെലക്ഷൻ ചെയ്തിട്ട് നമ്മൾ എപ്പോഴും കൊടുക്കുക, എന്നാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. കണ്ടോ, ബെവൽ ജോയിനിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ അടുത്തത് അലൈൻ സ്ട്രോക്ക് ടു സെൻറ്റർ. ഞാൻ ഇത് തന്നെയാണ് വെച്ചിരിക്കുന്നത്, റെക്റ്റാങ്കിൾ തന്നെയാണ്. ഇതിനെ സെലക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലൈന് സെൻട്രലാണ്. അതായത് ഇപ്പോൾ ഇവിടെ 7 ആണെങ്കിൽ 3.5 അകത്തേക്കും 3.5 പുറത്തേക്കും എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്ന വെയിറ്റ്. എന്നാൽ അടുത്ത വന്നു കഴിഞ്ഞാൽ അതേ ലൈൻ തന്നെയാണ്, പക്ഷേ നമ്മളിത് കാണാൻ നേരം ചെറുതായിട്ട് തോന്നും. എന്നാൽ അങ്ങനെയല്ല, ഇത് അകത്തേക്ക് വന്നിരിക്കുകയാണ് സ്ട്രോക്ക്. അതാണ് ഇൻസൈഡ് എന്നുള്ള രീതിയിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് സെൻറ്റർ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇത് രണ്ടും ഒരുപോലെ ഇരിക്കുന്നതായിട്ട് കാണാം. ഇൻസൈഡാണ് കൊടുത്തിരിക്കുന്നത്, അകത്തേക്ക് മാത്രമേ കാണത്തുള്ളൂ. അതുപോലെ തന്നെ ഔട്ട്സൈഡ് ആണെങ്കിൽ അത് പുറത്തേക്ക്, കണ്ടോ, ഇതുപോലെ തന്നെ പുറത്തേക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യും, ഈ ലൈനിൻ്റെ പുറത്തേക്കാണ് പോയിരിക്കുന്നത്. അതാണ് ഔട്ട്സൈഡ് സ്ട്രോക്ക്. അടുത്തത് നമ്മളിവിടെ കാണിക്കുന്ന ഡാഷ്ഡ് ലൈനാണ്. ഇത് സെലക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണിക്കുന്നുണ്ട്, ഡാഷ് ലൈൻ ഓൺ ആക്കി കൊടുത്തുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. അത് ഓഫായി കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂണിഫോം ആയിട്ടുള്ള രീതിയിലായിരിക്കും വരുന്നത്.
അങ്ങനെ വരുമ്പോൾ ഡാഷ് ലൈൻ വരുമ്പോൾ നമുക്ക് എത്ര ഗ്യാപ്പ് വെച്ച് കൊടുക്കണം. ഇപ്പോൾ 14 അടുത്ത 14 കൊടുക്കുകയാണെങ്കിൽ 14 ഗ്യാപ്പിൽ വന്നുകൊണ്ടേയിരിക്കും. ഇത് അതുപോലെ തന്നെ ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ യൂണിഫോമായിട്ട് ഈ കോർണറൊന്നും വേണ്ടാക്കാം. കോർണറൊക്കെ എന്ത് ചെയ്യണം, ഷാർപ്പ് എഡ്ജായിട്ട് വരണമെങ്കിൽ, ഇപ്പോൾ ഷാർപ്പ് എഡ്ജൊന്നും അല്ല, ഒരു യൂണിഫോം രീതിയിലൊന്നും അല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഒരു ഓപ്ഷൻ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് സ്ട്രൈറ്റ് ഫിറ്റ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, ഫിറ്റായിട്ട് തന്നെ 4 കോർണർ വരും. ഇപ്പോൾ ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അടുത്ത ഓപ്ഷനാണ് ആരോ ഹെഡ്. നമ്മൾ ചുമ്മാ ലൈൻ വരച്ച ശേഷം ആ ലൈൻ്റെ അറ്റത്ത് ആരോ ഹെഡ് എന്നുള്ള രീതി ഇവർ ഡിഫോൾട്ടായിട്ട് തരുന്ന പല ആരോകളുണ്ട്. നമുക്കെന്ത് ഇട്ട് കൊടുക്കാം, അത് ഫ്ലിപ്പായിട്ട് കൊടുക്കണം, ഇങ്ങനെ തിരിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ വലിപ്പം കൂട്ടാം, നീളം കൂട്ടാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. ഇത്രയുമാണ്. പിന്നെ അതുപോലെ തന്നെ ഇതേ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ വെയിറ്റ് എന്നുള്ള രീതിയിൽ ഇപ്പം നിങ്ങൾക്ക് കണ്ടോ, ഇപ്പോൾ സ്ട്രോക്ക് പോയിരിക്കുന്ന ഒരേ രീതിയിലായിരുന്നു പോകുന്നത്. ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ വെയിറ്റ് പ്രൊഫൈൽ മാറ്റി കൊടുക്കാൻ നേരം എന്ത് ചെയ്യുന്നത്, ഈ രീതിയിലാണ് അവിടെ പോയിരിക്കുന്നത് കണ്ടോ. അതുപോലെ തന്നെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ സ്ട്രോക്കിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിഫൈൻ നമുക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. വിഡ്ത്താണ് അതിൻ്റെ ഉദ്ദേശിക്കുന്നത്. അത് നമുക്കും വേണേൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതൊക്കെ നമുക്ക് വരുന്ന വീഡിയോകളിലൊക്കെ കാണിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്ട്രോക്ക് ആൻഡ് ഫിൽ എന്ന് എഴുതിയിരിക്കുന്നത്. ഈ ഫില്ലിനകത്ത് തന്നെ വേറെ കുറേ കാര്യങ്ങളുണ്ട്, പാറ്റേൺ അല്ലെങ്കിൽ ഗ്രേഡിയൻ്റ് ഒക്കെ വരുന്നുണ്ട്. അത് വരുന്ന വീഡിയോകളിലൊക്കെ നമ്മൾ പറയാം.